കാസർഗോഡിന്റെ മണ്ണിൽ ഇനി ലഹരി അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഈ യോഗത്തിൽ നമ്മൾ നടത്തുന്നത്. ഓപ്പറേഷൻ തുഫാൻ ആരംഭിക്കുമ്പോൾ മുതൽ ഞാൻ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. ലഹരി മാഫിയയോട് ഇനി ചർച്ചകളില്ല, ഉന്മൂലനം മാത്രമേ ഉള്ളൂ എന്ന കാര്യം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നാർക്കോട്ടിക് മാഫിയകളുണ്ട്. അവർ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സത്യം. നമുക്ക് ലഹരി തന്ന് അവർ ലഹരി ഉപയോഗിക്കാതെ അതിസമ്പന്നന്മാരായി വളർന്നു വരുന്നു. അവരെ ഉന്മൂലനം ചെയ്യേണ്ടത് തലമുറയുടെ ആവശ്യമാണ്. കുറെ കാലമായി എന്നെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നൊരു കാര്യമാണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഞാനിപ്പോഴും ഓർക്ക് നമ്മുടെ MP-യും DCC പ്രസിഡന്റ് PK ഫൈസൽ അടക്കമുള്ള ഞങ്ങളെല്ലാവരും, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള കാഞ്ഞങ്ങാട് ലഹരിക്കെതിരെ വലിയ ഒരു മുന്നേറ്റം നടത്തുകയുണ്ടായി. കോരിച്ചൊരിഞ്ഞ മഴയത്തും ആയിരക്കണക്കിന് ആളുകൾ അന്ന് പങ്കെടുക്കുകയുണ്ടായി. അന്ന് ഞാൻ മനസ്സിക്കെതിരേതാണ് 14 ജില്ലകളിലും ഡ്രഗ്സിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തി. അന്ന് നമ്മൾ മനസ്സിലാക്കി എനിക്കൊരവസരം കിട്ടിയാൽ ലഹരി മാഫിയയുടെ വേര് കേരളത്തിൽ അറക്കുക തന്നെ ചെയ്യുമെന്നുള്ള തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഓപ്പറേഷൻ തുഫാൻ ആരംഭിച്ചിട്ടുള്ളത്. എന്ന് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ പിന്തുണ നമ്മുടെ അമ്മമാരിൽ നിന്നും ഉമ്മമാരിൽ നിന്നുമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. കേരളത്തിലെ പോലീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു, കാസർഗോഡ് പോലീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു. സത്യസന്ധമായ നിലയിൽ ഓപ്പറേഷൻ തുഫാൻ വിജയിപ്പിക്കാൻ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. വിശ്രമരഹിതമായി അവർ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ DIGC കാർത്തിക്, അതോടൊപ്പം തന്നെ നമ്മുടെ SP പ്രിയപ്പെട്ട ശ്രീ നിതിൻ രാജ് അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയങ്കരായ MP, MLA-മാർ എന്നിവരെല്ലാം അതിന് സഹായകമായി പ്രവർത്തിക്കുന്നു. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഓപ്പറേഷൻ തുഫാൻ ദിനാങ്കോട്ട ചില ആളുകൾ അല്പമൊന്നും മാറി നിൽക്കണമെന്ന് ലഹരി ഉപയോഗവും എന്റെ ആരോഗ്യത്തെയും ബുദ്ധിയെയും ജീവിതത്തെയും സമാധാനത്തെയും നശിപ്പിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനും മാത്രമല്ല